ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയായപ്പോഴത്തേക്കും ഭയങ്കര ചൂട് കേട്ടോ. അവിടെ അയ്യോ ഒരു ഒന്നൊന്നര ചൂട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഇരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം വെച്ച് ഒരു കസ്റ്റാർഡ് പോലെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. എല്ലാവരും ഈ വീഡിയോ കാണും എന്ന് വിശ്വസിക്കുന്നു. കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ഫ്രൂട്ട്സ് ഇതൊക്കെ തന്നെയാണ്. ഓറഞ്ച് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, പിന്നെ നമ്മുടെ അവക്കാഡോ, പിന്നെ മാംഗോ, പപ്പായ, ബനാന, പിന്നെ ഈ പറഞ്ഞ പോമിഗ്രാനൈറ്റ് നമ്മുടെ അനാറ് അത് ആ സംഭവം ഉണ്ട്. പക്ഷേ അത് ഞാൻ എടുത്തില്ല കേട്ടോ. എടുത്ത് പിന്നെ അത് പൊളിച്ചു വരാൻ ഒത്തിരി സമയം എടുക്കും, അതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മുടെ കസ്റ്റാർഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം ഇതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ്ട് നമ്മുടെ എല്ലാ ഫ്രൂട്ട്സും ഞാൻ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ പപ്പായ ഉണ്ടല്ലോ, ചെറിയൊരു പപ്പായ ആയിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ഏഷ്യൻ പപ്പായ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്തോ ബ്രസീലാണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കുരുക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നുണ്ടോ, ഞാൻ എല്ലാം ചെത്തി അവിടെ ഇട്ടിട്ടുണ്ട്. ആപ്പിൾ 2 ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒരെണ്ണം കട്ട് ചെയ്തത്. അപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ഇട്ടു കേട്ടോ. പിന്നെ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ഈ സമയത്ത് ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത്, അതായത് ഈ സമ്മർ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ചൂട് തുടങ്ങുന്ന സമയമല്ലേ. അപ്പോഴത്തേക്കും ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഉണ്ടല്ലോ, ആ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ. കാരണം ഈ ക്രീമും കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും ഒത്തിരി ഓവറാവും, അതുകൊണ്ടാണ്. അപ്പം നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ എന്താ പറഞ്ഞു വെച്ചാൽ, ഈ സമ്മറിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനത്തെയൊക്കെ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇങ്ങനത്തെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഫ്രൂട്ട്സ് ആകുമ്പോഴത്തേക്കും വലിയ ദോഷങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ മാത്രമല്ല, നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഈ പറഞ്ഞ വൈറ്റമിൻസും മിനറൽസും കാര്യങ്ങളെല്ലാം കിട്ടിക്കോളും. ഇനി നമുക്ക് ഈ പറഞ്ഞ കസ്റ്റാർഡ് ക്രീമി ആൻഡ് ഡെലീഷ്യസ് ഇതിനകത്തോട്ട് ഒഴിക്കാം കേട്ടോ. നല്ല അല്ലേ, നല്ല തിക്കാണ്. ഞങ്ങളിത് വല്ലപ്പോഴും ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ഞങ്ങൾ സാധാരണ ഫ്രൂട്ട്സ് മേടിക്കുമ്പോഴത്തേക്കും ഡയറക്റ്റ് നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. വല്ലപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കത്തേ ഉള്ളൂ. ഇതുണ്ടല്ലോ, ഇത് പിന്നെ കൂടുതൽ ആൾക്കാർ ഇത് ഇങ്ങനെ ഹീറ്റാക്കിയിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെയും കഴിക്കാം കേട്ടോ. ഞാൻ സാധാരണ മേടിക്കുമ്പോൾ ഇങ്ങനെയാണ് കഴിക്കുന്നത്. എനിക്ക് ഹീറ്റായി കഴിക്കുന്നതിനെക്കാട്ടും ഭേദം ഇഷ്ടം ഇങ്ങനെ മിക്സ് ചെയ്ത് ഡയറക്റ്റ് മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിക്കുന്ന കേട്ടോ. നമ്മൾ ശരിക്കും എന്താണ് ഐസ്ക്രീമൊക്കെ അല്ലെങ്കിൽ നാട്ടിൽ ഇങ്ങനെ ആ ഒരു ഫീലിങ്സ് വരും കേട്ടോ ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. കുറച്ച് നേരം മിക്സ് ചെയ്ത് വെക്കുക. അപ്പം എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ ഇതാണ് ഞാൻ 2 ബൗളിനകത്താക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം പിള്ളേർക്കും ഞങ്ങൾക്കും എല്ലാം കൂടെ കഴിക്കാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക, വല്ലപ്പോഴും ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. അതുപോലെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.